പൂപ്പീസ് വടീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞണ്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാനേ തോന്നും. അപ്പോൾ ഈ അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം. പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കിലോ കൈമ റൈസാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ നന്നാക്കി ക്ലീനൊക്കെ ചെയ്തതാണ്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാനിത് ഒരു സ്റ്റെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഒരു വലിയ പീസ് പട്ട, ഒരു ബേ ലീഫ്, ഒരു 6 കറാമ്പൂവ്, 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്, 1 സ്പൂണ് നെയ്യ്, 1 സ്പൂണ് സൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഏകദേശം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അരി ഒരു 1/2 കുക്കാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന ഞണ്ട് ഞാൻ വേവിച്ചെടുക്കാൻ പോകണം. അതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം വറ്റണ വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് അതാ ഒരു 1/2 വേവിൽ ഞാൻ ഊറ്റി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണീൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ 4 പച്ചമുളക്, വലിയൊരു മൊത്തത്തിലുള്ള വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, വലിയ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഇനി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ഉള്ളി ഞാൻ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഓയിൽ നല്ല ചൂടായിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഗോൾഡൻ കളറാവണ വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ കാഷ്യൂനട്ടും മുന്തിരിയും ഉള്ളിൻ്റെ കൂടെ കിടന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ ഓയിലേക്ക് 3 ഉള്ളി ഞാൻ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇത് ബിരിയാണീൻ്റെ മസാല സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. 1/4 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 3 വലിയ ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലും നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയിൽ ഉപ്പെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് ഗ്രേവി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഗ്രേവി എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി ബിരിയാണി ദമ്മിടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു വാഴയില പാത്രത്തിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സ്പൂണ് മിൽമ നെയ്യ് ഉരുക്കിയതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഞണ്ടിൻ്റെ ഗ്രേവിയാണ് ഇട്ട് കൊടുക്കുന്നത്. പകുതിയോളം ഗ്രേവി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഒരു സ്പൂണും കൂടെ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളിയും ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഞണ്ടിൻ്റെ ഗ്രേവി ഇതിലിട്ട് കൊടുത്തു. അതുപോലെ മൊത്തത്തിലുള്ള എല്ലാ റൈസും ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും 1/4 സ്പൂൺ ഗരം മസാലയും അതുപോലെ 2 സ്പൂണ് നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 പിടി മല്ലിച്ചപ്പും കൂടെ ഞാനിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് എല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി അടിപൊളി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാണ്. കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞണ്ടിൻ്റെ കുറച്ച് ഗ്രേവി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും കോമ്പിനേഷൻ ഒരു പപ്പടമാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് റൈസും തൈരും ഞണ്ടും പപ്പടവും എല്ലാം കൂട്ടി കുഴച്ച് കഴിച്ചപ്പോണ്ടല്ലോ വൗ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ചിക്കൻ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ദമ്മിടുന്ന സമയത്ത് നമ്മൾ വാഴയില അടിയിൽ വെച്ചത് കൊണ്ട് ബിരിയാണി അടി പിടിക്കുമോ എന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.